പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 6 ചാപ്റ്റർ 3 ആൻ അൺസോൾവ്ഡ് മിസ്റ്ററി എന്നുള്ള പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ആൻ അൺസോൾവ്ഡ് മിസ്റ്ററി, ദ കൊളാപ്സ് കൺജക്ചർ. ലുക്ക് അറ്റ് ദ സീക്വൻസ് ബിലോ. ദ സെയിം റൂൾ ഈസ് അപ്ലൈഡ് ഇൻ ഓൾ ദി സീക്വൻസ്. അപ്പോൾ നമുക്കിവിടെ കുറേ സീക്വൻസ് തന്നിട്ടുണ്ട്. സെയിം റൂള് തന്നെയാണ് ഈ സീക്വൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കൊളാപ്സ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ്റെ ഒരു അനുമാനമാണിത് കേട്ടോ. കൺജക്ചർ എന്ന് വെച്ചാൽ അനുമാനമാണ് കേട്ടോ. ഡു യു സീ ഹൗ ദീസ് സീക്വൻസസ് വെർ ഫോംഡ്? അപ്പോൾ നമ്മൾ ഈ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല അല്ലേ. 12, 6, 3, അത് കഴിഞ്ഞ് 10, 5, 16 ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തേ ഇല്ല. പക്ഷേ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നുള്ളത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, ദ റൂൾ ഈസ്, ഇതിലെ റൂൾ എന്താണെന്ന് വെച്ചാൽ 1 സ്റ്റാർട്ട്സ് വിത്ത് എനി നമ്പർ. അപ്പോൾ ആദ്യത്തെ നമ്പർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് നമ്പർ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് ദ നമ്പർ ഈസ് ഈവൻ ടേക്ക് ഹാഫ് ഓഫ് ഇറ്റ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന നമ്പർ ഈവൻ ആണ് എങ്കിൽ അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ എടുത്ത നമ്പറിൻ്റെ ഹാഫ് എടുക്കണം. ഇഫ് ദ നമ്പർ ഈസ് ഓഡ്, ഇനി നമ്മൾ എടുക്കുന്ന നമ്പർ ഓഡ് നമ്പർ ആണ് എങ്കിൽ മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 3 ആൻഡ് ആഡ് 1. നമ്മൾ ആ എടുക്കുന്ന നമ്പറിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യണം. ഇതാണ് റൂള്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ നമ്പർ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ആ എടുക്കുന്ന നമ്പർ ഈവൻ നമ്പർ ആണ് എങ്കിൽ അടുത്ത നമ്പർ എഴുതുന്നത് എങ്ങനെയായിരിക്കണം? നമ്മൾ എടുത്ത നമ്പറിൻ്റെ ഹാഫ് എഴുതണം. ഇനി നമ്മൾ എടുത്ത നമ്പർ ഓഡാണ് എങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ ഈ ഓരോന്നും ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഇവിടെ 12 ആണ്. 12 ഈസ് ആൻ ഈവൻ നമ്പർ. അതുകൊണ്ട് അടുത്ത നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ ഹാഫ് എടുത്തു. 12ൻ്റെ ഹാഫ് 6 ആണ്. അങ്ങനെ നമുക്കിവിടെ 6 കിട്ടി. 6ഉം ഈവൻ നമ്പറാണ്. അതുകൊണ്ട് അടുത്ത നമ്പർ 6ൻ്റെ ഹാഫ് 3. പക്ഷേ 3 എന്താണ്? 3 ഒരു ഓഡ് നമ്പറാണ് അല്ലേ. ഓഡ് നമ്പർ ആണെങ്കിൽ റൂൾ എന്താണ്? ഓഡ് നമ്പറിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യണം. അപ്പോൾ 3യുടെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യണം. അപ്പോൾ 3 × 3 9, 9 + 1 10. കണ്ടോ? അങ്ങനെയാണ് ഇവിടെ നമുക്ക് 10 കിട്ടിയത്. 10 ഈസ് ആൻ ഈവൻ നമ്പർ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത നമ്പറിന് വേണ്ടി ഈവൻ ആയതുകൊണ്ട് അതിൻ്റെ ഹാഫ് എടുക്കും. 10ൻ്റെ ഹാഫ് 5 ആണ്. പക്ഷേ 5 എന്ത് നമ്പറാണ്? ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ആ നമ്പറിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യും. 5 3s are 15, 15 + 1 16. അങ്ങനെയാണ് ഇവിടെ 16 കിട്ടിയത്. 16 ഈവൻ നമ്പറാണ്. അപ്പോൾ അടുത്ത നമ്പറിന് വേണ്ടി നമ്മൾ 16ൻ്റെ ഹാഫ് എടുക്കും. ദാറ്റ് ഈസ് 8. 8ഉം ഈവൻ നമ്പറാണ്. അപ്പോൾ 8ൻ്റെ ഹാഫ് 4. 4ഉം ഈവൻ നമ്പറാണ്. അപ്പോൾ 4ൻ്റെ ഹാഫ് 2. 2 ഈവൻ നമ്പറാണ്. 2ൻ്റെ ഹാഫ് 1. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നപ്പോൾ 1 എന്ന് കിട്ടി. ഇനി അടുത്ത് നോക്കിയേ, അടുത്തത് 17. 17 ഈസ് ആൻ ഓഡ് നമ്പർ. 17 ഓഡ് നമ്പർ ആയതുകൊണ്ട് എന്ത് ചെയ്യും? 17ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യും. 17 × 3 ഈസ് 51. 51 + 1 ഈസ് 52. അങ്ങനെയാണ് ഇവിടെ 52 കിട്ടിയത്. 52 ഈസ് ആൻ ഈവൻ നമ്പർ. അതുകൊണ്ട് എന്ത് ചെയ്യും? 52ൻ്റെ ഹാഫ് എടുക്കും. 52ൻ്റെ ഹാഫ് ഈസ് 26. 52 ÷ 2 ആണ് കേട്ടോ. ദാറ്റ് ഈസ് 26. 26 ഒരു ഈവൻ നമ്പറാണ്. അതുകൊണ്ട് അടുത്ത നമ്പറിന് വേണ്ടി വീണ്ടും നമ്മൾ 26ൻ്റെ ഹാഫ് എടുക്കുന്നു. ദാറ്റ് ഈസ് 13. 13 എന്താണ്? 13 ഈസ് ആൻ ഓഡ് നമ്പർ. ഓഡ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 13നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യണം. 13 × 3 ഈസ് 39. 39 + 1 ഈസ് 40. 40 ഒരു ഈവൻ നമ്പറാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ 40യുടെ ഹാഫ് എടുക്കുന്നു. അപ്പോൾ 40/2. 40 ÷ 2 ദാറ്റ് ഈസ് 20. 20ഉം ഒരു ഈവൻ നമ്പറാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഹാഫ് ദാറ്റ് ഈസ് 10. 10ഉം ഒരു ഈവൻ നമ്പറാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഹാഫ് 5. 5 പക്ഷേ എന്താണ്? ഓഡ് നമ്പറാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? 5 × 3 + 1 ചെയ്യണം. 5 3s are 15. 15 + 1 16. 16 നമുക്ക് ഈവൻ ആയിട്ട് കിട്ടി. അതുകൊണ്ട് 16ൻ്റെ ഹാഫ് 8.
8ഉം ഈവൻ നമ്പറാണ്, അതുകൊണ്ട് അതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ 4 കിട്ടി. 4ഉം ഈവനാണ്, 4ൻ്റെ ഹാഫ് 2 കിട്ടി. 2ൻ്റെ ഹാഫ് 1 കിട്ടി. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്പർ നമുക്ക് 1 കിട്ടി. ഇനി അടുത്തത് 21. 21 ഓഡ് ആയതുകൊണ്ട് 21 × 3 ദാറ്റ് ഈസ് 63. 63 + 1 64 കിട്ടി. 64 ഈവനാണ്, അതുകൊണ്ട് ഹാഫ് എടുത്തപ്പോൾ 32 കിട്ടി. 32ഉം ഈവനാണ്, അതുകൊണ്ട് ഹാഫ് എടുത്തപ്പോൾ 16 കിട്ടി. 16ൻ്റെ ഹാഫ് 8, 8ൻ്റെ ഹാഫ് 4, 4ൻ്റെ ഹാഫ് 2, 2ൻ്റെ ഹാഫ് 1. ഇനി അടുത്തത് നോക്കിയേ, 22 ഒരു ഈവൻ നമ്പറാണ്, അതുകൊണ്ട് ഹാഫ് എടുത്തപ്പോൾ 11 കിട്ടി. 11 ഒരു ഓഡ് നമ്പറാണ്, ഓഡ് നമ്പർ ആണെങ്കിൽ 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യും. അപ്പോൾ 11 × 3 ഈസ് 33. 33 + 1 34. 34 ഒരു ഈവൻ നമ്പറാണ്, അതുകൊണ്ട് 34ൻ്റെ ഹാഫ് 17. 17 ഒരു ഓഡ് നമ്പറാണ്, അതുകൊണ്ട് എന്ത് ചെയ്യും, 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യും. 17 × 3 ഈസ് 51 + 1 52 കിട്ടി. 52ൻ്റെ ഹാഫ് 26. 26ൻ്റെ ഹാഫ് 13. 13 ഓഡ് നമ്പറാണ്, അതുകൊണ്ട് 13 × 3 ഈസ് 39 + 1 40. 40 ഈവൻ നമ്പറാണ്, അതുകൊണ്ട് ഹാഫ് 20. 20യുടെ ഹാഫ് 10. 10ൻ്റെ ഹാഫ് 5. ഇവിടെ വന്നപ്പോൾ വീണ്ടും ഓഡ് നമ്പറായി, അതുകൊണ്ട് 5 × 3 15 + 1 16. ഇവിടെ ഈവനായി, അതുകൊണ്ട് ഹാഫ് 8. അടുത്ത ഹാഫ് 4. 4ൻ്റെ ഹാഫ് 2. 2ൻ്റെ ഹാഫ് 1. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റിൽ എല്ലായിടത്തും നമുക്ക് എന്താ കിട്ടിയത്, 1 കിട്ടി. അപ്പോൾ ഈ ഒരു റൂൾ ഓർക്കുക, ഈവൻ നമ്പർ ആണെങ്കിൽ ഹാഫ് എഴുതണം, ഓഡ് നമ്പർ ആണെങ്കിൽ 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യണം. ഈ റൂള് മാത്രം നിങ്ങൾ ഓർക്കുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും, ലാസ്റ്റിൽ 1 ആണ് നമുക്ക് ഈ 4 എണ്ണം ചെയ്തപ്പോഴും കിട്ടിയത്. നോട്ടീസ് ദാറ്റ് ഓൾ 4 സീക്വൻസസ് എബവ് ഇവൻച്വലി റീച്ച് ദി നമ്പർ 1 അല്ലേ. ഇൻ 1937 ദ ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ലോദർ കൊളാറ്റ്സ് conjectured that the sequence will always reach 1 regardless of the whole number you start with. Even today, despite many mathematicians working on it, it remains an unsolved problem as to whether Collat's conjecture is true. Collat's conjecture is one of the most famous unsolved problem in mathematics. Collat's conjecture മാത്തമാറ്റിക്സിലെ ഒരു മോസ്റ്റ് ഫേമസ് അൺസോൾവ്ഡ് പ്രോബ്ലമാണ്. ഇനി നോക്കിയാൽ, മേക്ക് സം മോർ Collat's sequences like those above, starting with your favorite whole numbers. Do you always reach 1? അപ്പോൾ ഇതേപോലത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹോൾ നമ്പർ എടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ 1 എത്തുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ എടുക്കാം, എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.